നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫിസിക്സ് IRP ഒരു ബാങ്ക് റീകൺസിലേഷൻ ചെയ്യാന്നുള്ളതാണ്. സോ ബാങ്ക് റീകൺസിലേഷൻ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ കമ്പനി റെക്കോർഡ്സ് അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിന്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ ട്രാൻസാക്ഷൻസിൽ വരിക. ട്രാൻസാക്ഷൻസിൽ നമുക്ക് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ വരുമ്പോൾ നമുക്ക് റീകൺസിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. സോ ഇവിടെ നമുക്ക് മീതെ തന്നെ ഇമ്പോർട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ഇതിൽ പോവുക. ഇനി നമുക്ക് ഡൗൺലോഡ് സാമ്പിൾ ഷീറ്റ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ ഡാറ്റാസ് അപ്ലോഡ് ചെയ്യുക. സോ ഇൻ കേസ് ഈ ഒരു സാമ്പിൾ ഫോർമാറ്റിലല്ല നിങ്ങൾ എക്സൽ ഇമ്പോർട്ട് ചെയ്യുന്നത്, വേറെ ഏതെങ്കിലും ഒരു ഫോർമാറ്റിലാണെങ്കിൽ നമുക്കിവിടെ ഇത് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം റീകൺസിലേഷൻ ഫീൽഡ്, അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ഫയൽ ഹെഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2 കോളം ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഡേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഫയലിലെ ഹെഡർ എന്താണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് മേ ബി നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഫയലിൽ നോട്ട്സിനോ വേറെ എന്തെങ്കിലും ഹെഡർ ആണെങ്കിൽ അത് അവിടെ നിന്ന് കറക്റ്റ് സെലക്ട് ചെയ്യാം. അങ്ങനെ ഓരോന്നിലും നമ്മൾ കറക്റ്റ് കറസ്പോണ്ടിങ് ഫയൽ ഹെഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴെ വാലിഡേറ്റ് ആൻഡ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സൽ ഇമ്പോർട്ട് ആയിക്കോളും. സോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ ഇനി നമുക്കിത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ റീകൺസൈൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. സോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ബാങ്ക് ട്രാൻസാക്ഷൻസിന്റെ ലിസ്റ്റ് കാണാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് സിസ്റ്റം ട്രാൻസാക്ഷൻസിന്റെ ലിസ്റ്റ് കാണാൻ പറ്റും. സോ ഇവിടുന്ന് നമ്മൾ ട്രാൻസാക്ഷൻസ് ആഡ് ചെയ്യാം. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിസ്റ്റം ട്രാൻസാക്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഇനി ഇവിടുന്ന് അതിന്റെ എമൗണ്ട് എത്രയാണോ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ബാലൻസ് 0 ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് ഇവിടെ ഫിൽറ്റർ ഡേറ്റ് ഉണ്ട്. സോ നമുക്ക് എമൗണ്ട് വെച്ചിട്ട് ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡേറ്റ് വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മളിവിടെ മാച്ച് എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ മാച്ച് എൻട്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും കാറ്റഗറൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് 2 ട്രാൻസാക്ഷൻസ് നമ്മളിപ്പോൾ ഈ ഒരു ചെയ്ത 2 ട്രാൻസാക്ഷൻസ് നമ്മൾ കാറ്റഗറൈസ്ഡ് ഉള്ള അല്ലെങ്കിൽ റീകൺസൈൽഡ് എന്നുള്ള ലിസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമ്മളിത് വ്യൂ ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ അൺലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസും അൺലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺലിങ്ക് ഓൾ എന്നുള്ളത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ അതിൽ മാത്രം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അഗെയിൻ നമുക്കിത് ഈ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻസിന്റെ ലിസ്റ്റിലേക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻസ് എക്സ്ക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻട്രി എക്സ്ക്ലൂഡ് ആയിക്കോളും. അതിനുശേഷം നമ്മൾ മീതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ്. ഇനി ഇതിൽ പോയിട്ട് വ്യൂ ട്രാൻസാക്ഷൻസിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സ്ക്ലൂഡഡ് ട്രാൻസാക്ഷൻസിന്റെ ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഇവിടുന്ന് നമുക്ക് ഇത് റിവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിവേർട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അഗെയിൻ നമുക്ക് ആ ഒരു ബാങ്ക് ട്രാൻസാക്ഷന്റെ ലിസ്റ്റിലേക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. പിന്നെ മീതെ തന്നെ നമുക്ക് ടോട്ടൽ എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ട്, അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ബാലൻസ് എത്ര ഉണ്ടെന്നുള്ളത് അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ റീകൺസൈൽ ചെയ്യാത്ത ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ടെന്ന് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മൾ ബാങ്ക് ട്രാൻസാക്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺകാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള എത്ര ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണെന്നുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സിസ്റ്റം ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺകാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള എത്ര സിസ്റ്റം ട്രാൻസാക്ഷൻസ് ഉണ്ടെന്നുള്ളതിൻ്റെ ലിസ്റ്റും നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഇത്രയാണ് നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ്റെ കാര്യം വരുമ്പോൾ പറയാനുള്ളത്.